ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഷിബിൻ. നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ സ്നാക്കായ ചിക്കൻ കട്ട്ലറ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കട്ട്ലറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള 6 ചിക്കൻ പീസസ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനതൊരു ചീനച്ചട്ടിയിലിട്ട് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് അതിനോടൊപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്താണ് ഞാനിത് വേവിച്ചെടുത്തത്. വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കട്ട്ലറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു ചേരുവയാണ് ഉരുളക്കിഴങ്ങ്. 2 വലിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞതിന് ശേഷം 4ആയി മുറിച്ച് കുക്കറിലിട്ട് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് പുഴുങ്ങി അതിനുശേഷം സ്പൂണ് കൊണ്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത്. ഇനി നമുക്ക് സ്റ്റൗവിൽ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു കടായി വെച്ച് കൊടുക്കാം. കടായി ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 10 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇതിലോട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു വലിയ മുളക് അരിഞ്ഞതുകൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വലിയ സവോളയുടെ പകുതി നീളത്തിലരിഞ്ഞതാണ് ഞാൻ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 1/4 ടേബിൾ സ്പൂണിലും താഴെ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോഴും അതുപോലെ തന്നെ പൊട്ടറ്റോ വേവിച്ചെടുത്തപ്പോഴും ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്തിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് സവോളയെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ആ സമയത്ത് നമുക്കിതിലോട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പൊടികൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഫ്ലെയിം സിമ്മിലോട്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇനി ഇതിലോട്ട് നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ചേർത്ത് കൊടുത്ത പൊട്ടറ്റോ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ചൂടായി വരുന്നിടം വരെ ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരേ അളവിലുള്ള 2 ബൗളിലാണ് ചിക്കൻ പൊടിച്ചതും അതുപോലെ പൊട്ടറ്റോ പൊടിച്ചതും ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കൂടുതലായിട്ട് ചേർക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടി കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഈ മിക്സിൽ നിന്നും ഞാൻ ഒരു ചെറിയ ബോളിൻ്റെ വലുപ്പത്തിൽ കയ്യിലോട്ട് എടുക്കുവാണ്. അതിനുശേഷം ഇത് നമുക്ക് മറ്റേ കയ്യിലോട്ട് മാറ്റി പരത്തിയതിന് ശേഷം കൈവിരലുകൊണ്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്കിനി ഒരു മുട്ട പൊട്ടിച്ച് ഒരു ബോളിലോട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കട്ട്ലറ്റ് മുക്കിയെടുക്കുന്നതിന് വേണ്ടിയാണിത്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പാനിലിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അതല്ലാതെ നമുക്ക് റസ്ക് പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിനി ഇത് അടിച്ചു വെച്ചിരിക്കുന്ന ഈ മുട്ടയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഇത് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. വറുത്തെടുക്കുന്നതിന് മുമ്പ് എളുപ്പത്തിന് വേണ്ടി എല്ലാം ഇതുപോലെ ചെയ്തു വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തുടങ്ങുക. ഞാനിപ്പോൾ ഇതെല്ലാം നമ്മളുടെ മുട്ട പതിപ്പിച്ചതിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും മുക്കിയെടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ അധികം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം കട്ട്ലറ്റിന് അധികം വേവില്ല. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന
ചിക്കനും അതുപോലെ തന്നെ പൊട്ടറ്റോയും മറ്റെല്ലാ ചേരുവകളും നന്നായിട്ട് വേവിച്ചിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ പുറം മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അതുകൊണ്ട് അധികം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ കട്ട്ലറ്റും ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്ലെയിം കൂട്ടിയിട്ടാൽ ഒരു പക്ഷേ ഈ കട്ട്ലറ്റ് പൊട്ടിപ്പോയേക്കാം. അതുപോലെ തന്നെ ഫ്ലെയിം ഒരുപാട് കുറച്ചിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കട്ട്ലറ്റിലോട്ട് ഒരുപാട് എണ്ണ വലിച്ചെടുക്കും. അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ മറിച്ചും തിരിച്ചു വിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നു. ഇനി നമുക്കിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബാക്കി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് കൂടി ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. വളരെ രുചികരമായിട്ടുള്ളതും എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളിതുവരെയും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഇനി ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.